ഹായ്, ഒരു പെരുന്നാൾ പർച്ചേസിങ് അപാരതയുമായിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ വന്നിട്ടുള്ളത്. അങ്ങനെ എന്തൊക്കെയോ എടുക്കണമെന്നുള്ള ആഗ്രഹവുമായി ഞങ്ങൾ പല ദിക്കിലേക്ക് കറങ്ങാൻ തുടങ്ങി. ആദ്യം തന്നെ ബിരിയാണി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അരി തേടിയായിരുന്നു ആദ്യത്തെ കറക്കം. അങ്ങനെ ചുറ്റി നടന്ന് അവസാനം അരിയുടെ മുന്നിലെത്തിയപ്പോൾ ഏതരി വേണമെന്നുള്ള കൺഫ്യൂഷനിലാണ് ഞങ്ങൾ 4 പേര്. അമറണ്ണൻ്റെ അന്തിമ തീരുമാനത്തോടു കൂടി നമ്മൾ പവിഴം റൈസ് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. വീണ്ടും തിരിച്ചു വെച്ചു. വീണ്ടും നമ്മൾ പവിഴം റൈസിലേക്ക് തന്നെ വീണ്ടും തിരികെ വരികയായിരുന്നു. ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു ഏതരി എടുക്കണമെന്നുള്ളത്. അങ്ങനെ ആ അരിയൊക്കെ എടുത്തു വെച്ചു. നമ്മൾ വീണ്ടും നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പല രീതിയിലുള്ള സലാഡുകളും പല ഉപ്പിലിട്ടതും ഒക്കെ അവിടെ ഇരിക്കുന്നത് കണ്ടു. അന്നേരം നോമ്പായതുകൊണ്ട് നമ്മൾ തിരിച്ച് നടന്നെങ്കിലും എന്നാൽ പിന്നെ നോമ്പ് മുറിച്ചേച്ച് കഴിക്കാമെന്ന് കരുതി ഒരു ബോക്സ് ഫ്രൂട്ട്സ് മിക്സഡ് എടുത്ത് അത് നമ്മുടെ അഫ്സൽ മച്ചാൻ ഇങ്ങനെ വാരി ഇടുകയാണ്. നേരെ ഷെയ്ക്കിൻ്റെ ഭാഗത്ത് വന്നു നല്ലൊരു ഷെയ്ക്ക് എടുത്തു. ഈ ഷെയ്ക്ക് കുടിക്കുന്നതിന് വേണ്ടിയിട്ട് കുപ്പി എടുത്തു. ചായ ആണെങ്കിലും ജ്യൂസ് ആണെങ്കിലും സ്ട്രോ മുഖ്യം ബിഗിനിൽ. അങ്ങനെ നിന്നപ്പോഴാണ് ഇന്ത്യയുടെ വില 9 രൂപ കാണിക്കുന്നത്. അങ്ങനെ ആരോ അവിടെ നിന്ന് പറഞ്ഞു അപ്പുറത്തെ കടയിൽ ഇതിൽ കുറവാണെന്ന്. നമ്മളതിൽ ഫോണിൽ സെർച്ച് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അമറണ്ണനാണ് അതിന് നേതൃത്വം നൽകിയത്. അമറണ്ണൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ അടുത്ത കടയിലേക്ക് പോകുവാനായിട്ട് പോയത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നെസ്റ്റോയിലേക്ക് നമ്മൾ പോവുകയാണ്. നെസ്റ്റോയിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ധാരാളം തള്ളുകൾ കേട്ട് മറിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതുകൊണ്ട് സമാനം 50 റിയാലാണ് പോയാലും അത് 2 മാസം വന്നു. 2 മാസം വന്നു. എന്റെ ഓവർ ടൈം അടക്കം വന്നു. എനിക്ക് കിട്ടിയില്ലേ? നമ്മൾ നെസ്റ്റോയിലെത്തിയപ്പോൾ ദാ കിടക്കുന്ന പെരുന്നാളിനൊരു സൂചി കുത്താൻ പോലും ഇടവില്ലാത്ത രീതിയിലുള്ള തിരക്കായിരുന്നു. നമ്മുടെ അമറണ്ണൻ്റെ റെക്കമെൻഡേഷൻ ആയതുകൊണ്ട് നമ്മൾ പിന്നെ ഒന്നും മറുത്ത് പറയാനായിട്ട് നിന്നില്ല. നേരെ ഒരു ബാസ്ക്കറ്റും എടുത്തിട്ട് നേരെ പർച്ചേസിന് ഇറങ്ങി. പിന്നെ സാധനങ്ങളിങ്ങനെ വാരിയിടലായിരുന്നു. അങ്ങനെയുണ്ട് പെരുന്നാൾ പർച്ചേസിങ്. കിട്ടില്ല. ബിരിയാണിക്ക് എത്തിടാനാണോ സാർ? മറ്റേ 1/2 കിലോ മതിയോ? 1/2 കിലോ മതിയോ? ഒരു കൈയോടെ ദൈവം തന്നിരുന്നെങ്കിൽ. പിടി ഭാര്യയിടായി. അയ്യോ അത് ഒന്നും അതും കിടക്കട്ടെ. കവറ് കൊണ്ടുവന്ന് മോശമായാണല്ലോ. നാളെ മുതൽ ചാക്ക് എടുക്കൊണ്ട് വരാം.